2024 ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തപ്പെടാനാവാതെ പോയ സിനിമയാണല്ലോ അന്വേഷിപ്പിനും കണ്ടെത്തും. ചിത്രത്തിന്റെ 10ാം ദിവസമാണ് ഇന്ന് തിയേറ്ററുകളിൽ. സിനിമയ്ക്ക് മറ്റൊരു മികച്ചൊരു ദിവസമായിട്ട് ഇന്ന് ഞായറാഴ്ച മാറിയിരിക്കുന്നുവെന്നാണ് ഇന്നത്തെ കളക്ഷനിൽ നിന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 20 ലക്ഷത്തിൽ താഴെയായിരുന്നു ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ ഇന്നത്തെ 35 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ചത്തെ ഫൈനൽ ട്രാക്കിംഗ് കളക്ഷനേക്കാൾ മുകളിലാണ് ഇന്ന് ഞായറാഴ്ച രാത്രി 9:45 എന്ന സമയത്ത് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സിനിമ കേരളത്തിൽ നിന്നും 50 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ കടക്കും. വേൾഡ് വൈഡ് കളക്ഷൻ 13 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെടുന്നതാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ ബിജു മേനോൻ നായകനെ എത്തിയിട്ടുണ്ട്. സിനിമയ്ക്കും ഇന്ന് ഞായറാഴ്ച എന്ന നിലയിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരെ ലഭ്യമായിട്ടും മികച്ചൊരു ദിവസമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ച ഇതേ സമയം 10 ലക്ഷത്തിൽ പരമായിരുന്നെങ്കിൽ ഇന്ന് ഞായർ ദിവസത്തെ കളക്ഷൻ 13 ലക്ഷത്തിൽ പരമാണ്. ഇന്നത്തോടെ സിനിമ കേരളത്തിൽ നിന്നും 60 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ ഫൈനൽ 1 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. 5 കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്ന തുണ്ട് തിയേറ്ററുകളിലെ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. പ്രേമലു അതോടൊപ്പം തന്നെ ബ്രഹ്മയുഗം തരംഗമാണല്ലോ ഇന്നേ ദിവസം ഞായറാഴ്ച ദിവസം ബോക്സ് ഓഫീസിൽ നാം കണ്ടത്. 2 സിനിമകളുടെയും എസ്റ്റിമേറ്റ് കണക്കുകൾ നേരത്തെ ഒരു വീഡിയോയുടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇന്നത്തോടെ 35 കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രേമലു വേൾഡ് വൈഡ് കളക്ഷൻ കിടക്കുന്നതെങ്കിൽ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് 33 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ 4 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. 2 സിനിമകളും ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷനാണ് നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. ബുക്കിംഗ് സ്റ്റാറ്റസിന്റെ കാര്യത്തിലാണെങ്കിലും കേരള ട്രാക്കിംഗ് കളക്ഷന്റെ സ്റ്റാറ്റസിലാണെങ്കിലും ഇഞ്ച് പോരാട്ടമായിരുന്നു 2 സിനിമകളുടെ കാര്യത്തിൽ കണ്ടത്. 3.5 കോടി രൂപയ്ക്ക് മുകളിലെ 2 സിനിമകളും കേരള ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. 2 സിനിമകളുടെയും കമ്പൈൻ ഗ്രോസ് കളക്ഷൻ ഏകദേശം 7.5-8 കോടി റേഞ്ചിൽ വരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫെബ്രുവരി 18 ഞായർ ദിവസം നമ്മുടെ കേരളത്തിലെ തിയേറ്റർ ഉടമകൾക്ക് മികച്ച ദിവസമായി മാറിയിരിക്കുകയാണ്. ഇനി നാം ഉറ്റുനോക്കുന്നത് ഇന്നേ ദിവസം ഞായറാഴ്ച ദിവസം പ്രേമലു ബ്രഹ്മയുഗം കളക്ഷനിൽ ഏത് സിനിമയ്ക്കായിരിക്കും കൂടുതൽ എന്നറിയാനായിട്ടാണ്. നാളെ അത് കൃത്യമായിട്ട് പുറത്തുവരും. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്കായിട്ട്.